പ്രഭാതവന്ദനം. ഗർഭിണികളുടെ ഭക്ഷണ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. ഗർഭകാലത്തെ ഭക്ഷണ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ വെളുത്തു തുടുത്ത കുഞ്ഞിനെ ലഭിക്കും. സുശീലേ, ഒന്നിങ്ങ് വന്നേ. പാലിൽ ചേർത്ത് സുശീല, നമ്മുടെ ഡോക്ടറുടെ പുതിയ എപ്പിസോഡ് വന്നു. നമ്മളന്ന് കമന്റിട്ട് ചോദിച്ച കാര്യമാണോ? അതന്നെ, നീ വന്നിരിക്കും, നമുക്ക് കാണാം. വൈകുന്നേരവും നെയ്യ് ചേർത്ത് കുറുക്ക് കഴിക്കണം. ശതാവരിയുടെ കിഴക്കോട്ട് പോയ വേര് ഗോമൂത്രം തൊട്ടരച്ച് ബ്രഹ്മിയുടെ നീരും ചേർത്ത് നേരത്തോട് നേരം വെക്കണം. എന്നിട്ട് അതികാലത്ത് സേവിച്ചാൽ സൂര്യനെ പോലെ തേജസ്സുള്ള തുടുത്ത കുഞ്ഞിനെ ലഭിക്കും. അയ്യോ, മാമി പറഞ്ഞോളെ തന്നെ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ആർക്കും വിലയില്ലല്ലോ. ഈ ഡോക്ടർ പറയണത് നീ ആ ഗീതുവിനോട് നല്ലോണം ഒന്ന് ശ്രദ്ധിക്കാൻ പറ. നല്ല നിറവും ബുദ്ധിയുള്ള കുട്ടിയെ കിട്ടും. അതെ, കൗസുമാമി പറയും പോലെ അല്ല കാര്യം. അമ്മ ഭക്ഷണം കഴിച്ചാൽ അമ്മയുടെ ആരോഗ്യം നന്നാവും. ആരോഗ്യമുള്ള അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യവും നന്നാവും. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ കുഞ്ഞിൻ്റെ നിറം വ്യത്യാസപ്പെടുത്താനോ കുഞ്ഞിൻ്റെ ബുദ്ധി വ്യത്യാസപ്പെടുത്താനോ ഒന്നും പറ്റുന്ന ആഹാരങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ പലപ്പോഴും നമ്മളോട് ഗർഭിണികൾ വന്ന് ചോദിക്കും, ഡോക്ടറെ കുങ്കുമപ്പൂ, അതും നല്ല ക്വാളിറ്റി കുങ്കുമപ്പൂ എൻ്റെ ഭർത്താവ് കൊണ്ടുവച്ചിട്ടുണ്ട്, ഭർത്താവിന് ഇത്തിരി നിറം കുറവാണ്, അതുകൊണ്ട് ഇപ്പോഴേ കഴിച്ചോളാൻ പറയുന്നു, എന്തു വേണം എന്നുള്ളത്. ഞാൻ പറയും, കുങ്കുമപ്പൂ എന്ന് പറയുന്നത് നിരുപദ്രവകരമായൊരു കാര്യമാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ വേണമെങ്കിൽ ഭർത്താവിൻ്റെ സന്തോഷത്തിന് കഴിച്ചോളൂ. പക്ഷേ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ നിറത്തിന് ഒരു വ്യത്യാസവും വരികയില്ല. നമ്മളുടെ തൊലിയുടെ നിറം, ബുദ്ധി, ഇതെല്ലാം തന്നെ ജനിതകമായി തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല, മാറ്റേണ്ട ആവശ്യവുമില്ല. ഗർഭിണിയാകുന്ന സ്ത്രീ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണോ? എങ്കിൽ മാത്രമേ അമ്മയ്ക്കും കുഞ്ഞിനും പോഷകങ്ങൾ ലഭിക്കൂ എന്ന നമ്മുടെ വിശ്വാസത്തിൽ എത്രത്തോളം ശരിയുണ്ട്? വാസ്തവത്തിൽ 2 പേർക്കുള്ള ആഹാരം കഴിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടുമില്ല. ഒരു ഗർഭിണിക്ക് ഗർഭമില്ലാത്ത ഒരാൾ കഴിക്കുന്നതിനേക്കാൾ 300 കാലറി അധികം മതി. ഈ 300 കാലറി അധികം കിട്ടാൻ നമ്മൾ എന്ത് കഴിക്കണം? ഒരു ഗ്ലാസ് പാല്, ഒരു ദോശ, ഒരു മുട്ട അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴം. ഇത്രയും കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ കാലറി കിട്ടിക്കഴിഞ്ഞു. അതിനുവേണ്ടി ചോറ് കൂമ്പാരം കൂട്ടി കൊടുക്കുക, ദോശയിലൊക്കെ എണ്ണ ഒഴിച്ച് കഴിക്കുക, എണ്ണ വെച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, നെയ്യ് വെച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുക, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഡോക്ടർ പറഞ്ഞതുപോലെ അമ്മയുടെ നല്ല ശീലങ്ങളിൽ നിന്ന് ആരോഗ്യമുള്ള ഒരു കുഞ്ഞുണ്ടാകട്ടെ. നല്ല നിറം എന്നാൽ വെളുത്ത നിറം മാത്രമല്ലല്ലോ. അതെ, കൗസുമാമി പറയും പോലെ അല്ല കാര്യം.